കോതമംഗലം ചെറിയ പള്ളിയിൽ രാവിലെ മുതൽ സംഘർഷാവസ്ഥ. ഹൈക്കോടതി വിധി പ്രകാരമെത്തിയ ഓർത്തഡോക്സ് സഭാ വൈദികൻ 7 മണിക്കൂറിന് ശേഷവും പുറത്തുതന്നെ. തടഞ്ഞവരെ നീക്കാനുള്ള ശ്രമം പരാജയം. സർക്കാർ യാക്കോബായ പക്ഷം പിടിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ. പള്ളിത്തർക്കം വഷളാവുന്നത് എന്തുകൊണ്ട്? നമസ്കാരം. ഇത് ക്രിസ്മസ് കാലം. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കാൻ ക്രിസ്തീയ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം തയ്യാറെടുക്കുന്ന ദിവസങ്ങൾ. പക്ഷെ ഇന്ന് കോതമംഗലത്ത് കണ്ടത് സംഘർഷഭരിതമായ മർത്തോമ ചെറിയ പള്ളിയായിരുന്നു. പിറവത്തിന് പിന്നാലെ കോതമംഗലത്തും ഓർത്തഡോക്സ് യാക്കോബായ സംഘർഷം അരങ്ങേറി. ഹൈക്കോടതി വിധി പ്രകാരം ആരാധനയ്ക്കെത്തിയ ഓർത്തഡോക്സ് സഭാ വൈദികനെ യാക്കോബായ സഭാവിശ്വാസികൾ തടഞ്ഞു. പിറവത്തേതുപോലെ കോടതി ഉത്തരവിന്റെ പിൻബലം ഓർത്തഡോക്സ് സഭയ്ക്കും വിശ്വാസികളുടെ വികാരം യാക്കോബായ സഭയ്ക്കും കരുത്തായപ്പോൾ ക്രമസമാധാനം തകരുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഓർത്തഡോക്സ് വൈദികൻ പള്ളിക്ക് പുറത്ത് കാറിലും യാക്കോബായ വിശ്വാസികൾ പള്ളിമുറ്റത്തും ഇപ്പോഴും തുടരുന്നു. സംരക്ഷണം തരാതെ സർക്കാർ വഞ്ചിച്ചെന്ന് ഓർത്തഡോക്സ് സഭ ആരോപിക്കുന്നു. കൗണ്ടർ പോയിന്റ് പരിശോധിക്കുന്നു. സഭാ തർക്കം ഇങ്ങനെ വഷളാവുന്നത് എന്തുകൊണ്ട്? ഇന്നത്തെ ചർച്ചയിൽ ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ യോഹന്നാൻ മാർ മിലിത്തിയോസ് മെത്രാപ്പോലീത്ത, യാക്കോബായ സഭയെ പ്രതിനിധീകരിച്ച് ശ്രീ MS എൽദോസ്, CPM നേതാവ് ശ്രീ KN ബാലഗോപാൽ, സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് S സനൽകുമാർ എന്നിവർ. ആദ്യം ഡോക്ടർ യോഹന്നാൻ മാർ മിലിത്തിയോസ്, അനർഹർ പള്ളിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നുവെന്നറിഞ്ഞാണ് വിശ്വാസികൾ കോതമംഗലം പള്ളിയിലേക്ക് എത്തിയത് എന്നാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അനർഹമായത് നേടിയെടുക്കാനായിരുന്നോ ഓർത്തഡോക്സ് സഭയുടെ ശ്രമം? വളരെ തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2 കാര്യങ്ങൾ ശ്രേഷ്ഠ ബാവായുടെ പ്രസംഗത്തിൽ തന്നെ, പത്രസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ തന്നെ വളരെ വ്യക്തമാകുന്നുണ്ട്. ഒന്നാമത്, മലബാർ മുതൽ ഉള്ള ധാരാളം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണിത്. അപ്പോ കോതമംഗലത്തുള്ള ആളുകൾ പോരാതെ വന്നതുകൊണ്ടോ അവർക്ക് താല്പര്യമില്ലാതിരുന്നത് കൊണ്ടോ ആണ് എന്ന് വ്യക്തം. രണ്ടാമത്, അദ്ദേഹം പറഞ്ഞത് ഈ വന്ന ആളുകൾക്കൊന്നും കോടതി വിധി ബാധകമല്ല. ആരാണ് ഇവരെ വരുത്തിയത്? ഇവരെ വരുത്തിയത് ഈ പറഞ്ഞ വ്യക്തിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണ്. അപ്പൊ സ്വാഭാവികമായും ഈ കോടതി വിധിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നടത്തുന്ന വിക്രിയകളായിട്ടേ എനിക്കിതിനെ കാണാൻ സാധിക്കൂ. ഇതില് ഞങ്ങൾ വളരെ വ്യക്തമായ നിലപാടാണ്. 74 ഫെബ്രുവരി മുതൽ 2 ഭാഗവും വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വിഷയം. ആ വിഷയം മുന്നോട്ട് പോയി അവസാനം ഈ കോടതി വിധിയിലൂടെ കോതമംഗലത്തെ സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. ആ തീരുമാനം വിനയപൂർവ്വം അംഗീകരിക്കാൻ തയ്യാറാകാതെ മുഷ്ടിബലത്തിലൂടെ ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ച് ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ആരുടെ താല്പര്യമാണ് ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നതാണ് ചോദ്യം. ഇവിടെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ ചാവേറുകളായിട്ടേ എനിക്കിവരെ കാണാൻ സാധിക്കും. ഓർത്തഡോക്സ് സഭ എക്കാലത്തും നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ളതാണ്. ഒരു മനുഷ്യരും ഈ സാഹചര്യത്തെ മുതലെടുക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. പക്ഷേ വോട്ട് രാഷ്ട്രീയം ഇവിടെയും പ്രബലമായ ഒരു സാഹചര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ പോലീസിന് വളരെ കൃത്യമായി ഈ കാര്യം നിർവഹിക്കാമായിരുന്നതാണ്. ഇവിടെ രാവിലെ ഇന്നലെ മുതൽ ഈ ഗേറ്റുകൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക, ആളുകളെ സംഘടിപ്പിക്കുക,
കൂടുതലായിട്ട് ആളുകൾ പള്ളിയിലേക്ക് വരിക, ഈ സാഹചര്യമെല്ലാം വളരെ കൃത്യമായി പോലീസിന് അറിയാമായിരുന്നു. അത് നിരോധിക്കാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കാതെ അവസാനം റംബാച്ചനെ കൊണ്ടുവന്ന് ആളുകളെ കൊണ്ട് തടയിപ്പിച്ച് ഈ സാഹചര്യം സൃഷ്ടിച്ചത് ഈ പോലീസും ഈ സർക്കാരും തന്നെയാണ്. ഇത് തന്നെയാണ് പിറവത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ശരിയാണ്. ഞാൻ കൂടുതൽ തരാം. ഒരു കാര്യമാണ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് ശ്രീ KN ബാലഗോപാൽ കൂടിയാണ്. അദ്ദേഹം ഈ ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. മാർ മിലിത്തിയോസ് മറുപടി പറയാം. അല്ലേ, വളരെ തമാശാണ്. ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത്. നിഷ വളരെ വ്യക്തമായ ഒരു ചോദ്യം ചോദിച്ചു. ഇദ്ദേഹത്തിന് തോമസ് പോൾ റമ്പാന് പള്ളിയിൽ പ്രവേശിക്കാനും ആരാധന നടത്താനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനും കോടതി അനുവദിച്ചിരിക്കുമ്പോൾ അത് പാത്രിയർക്കീസ് ഭാഗം അനുവദിക്കുന്നുവോ എന്നാണ്. രാവിലെ ഇദ്ദേഹം പ്രാർത്ഥനയ്ക്കായി വന്നപ്പോൾ 10-20 പേര് തടയുകയും അവരെ പോലീസ് നീക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ വന്നത് തീർത്ഥാടകരൊന്നുമല്ല എന്ന് ആര് പറഞ്ഞാലും തോമസ് പ്രഥമൻ സമ്മതിക്കില്ല. കാരണം അദ്ദേഹം രാവിലെ പറഞ്ഞതാ, ഞാൻ കേട്ടതാണ്, നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് മലബാർ മുതൽ വന്ന ആളുകൾ എല്ലാം ഈ പള്ളിയുടെ അവകാശത്തെ സംരക്ഷിക്കാൻ വന്നത് എന്നാണ്, അല്ലാതെ പ്രാർത്ഥിക്കാൻ വന്നു എന്നല്ല. രണ്ടാമത് ഇദ്ദേഹം പറയുന്ന ഈ കോടതി വിത്തറികളൊന്നും അതിന്റെ വിശദാംശങ്ങളൊന്നും പരിശോധിക്കാതെയാണോ ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്? ഇതിനു മുമ്പുള്ള എല്ലാ ഉത്തരവുകളും അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. ആ ഉത്തരവുകളെല്ലാം കണ്ടിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ഈ റംബാച്ചന് അകത്ത് പ്രവേശിച്ച് ആരാധനയ്ക്കുള്ള സൗകര്യം ഉണ്ട് എന്ന്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെയാണ് തടയുന്നില്ല എന്ന് പറയുന്നത്? ഇദ്ദേഹത്തിന് സ്വതന്ത്രമായി അകത്ത് പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ ഈ പോലീസുകാരുടെ ആവശ്യമില്ലല്ലോ. പക്ഷേ പോലീസുകാർ വേണ്ടി വന്നത് അദ്ദേഹത്തെ തടയുന്നത് കൊണ്ടാണ്. തടഞ്ഞ ആളുകളെയാണ് പോലീസ് നീക്കം ചെയ്തത്. അദ്ദേഹം വന്നത് രാത്രിയിലൊന്നുമല്ല. ഈ 74 മുതൽ ഉള്ള കഥകളെ ഇദ്ദേഹം പറയുന്നുള്ളൂ. 74-ന് മുമ്പ് ഈ പള്ളി ഓർത്തഡോക്സ് സഭയുടെ കാലം ചെയ്ത അഭിവന്ദനായ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് മെത്രാപ്പോലീത്ത ശുശ്രൂഷ ചെയ്ത് നടത്തി വന്നിരുന്ന ഒരു പള്ളിയാണ്. 74-ൽ സഭയിൽ ഒരു പിളർപ്പുണ്ടായി. ആ പിളർപ്പിന്റെ തീരുമാനം ഇദ്ദേഹം പറഞ്ഞ 95-ലെ വിധിയിലുണ്ടായി. ആ വിധിയിലൂടെ സഭ ഒന്നാണ് എന്നും 2 കൂട്ടരും ചേർന്ന് അസോസിയേഷൻ നടത്തി ഈ അസോസിയേഷന്റെ തീരുമാനപ്രകാരം മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു അസോസിയേഷൻ നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും കോടതി തന്നെ നിർവഹിച്ചപ്പോൾ അതിൽ നിന്ന് പുറത്തുപോയി വേറെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ഞങ്ങളുടെ പള്ളിയാണ് എന്ന് പിടിച്ചു വച്ചിരിക്കുന്നവർ. ഞാൻ ദൃക്സാക്ഷിയാണ്. ഈ പള്ളിയിൽ ഓർത്തഡോക്സ് സഭയിലെ KC സക്കറിയാച്ചൻ വികാരിയായിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതോലിക്ക തോമസ് മാർ ദിവന്നാസിയോസ് എന്ന പേരിൽ 1974 ഫെബ്രുവരി മാസത്തിൽ കോതമംഗലം വലിയ പള്ളിയിൽ മെത്രാപ്പൊലീത്തയായിട്ട് വരുന്നത്. ആ സമയത്ത് ഓർത്തഡോക്സ് സഭയിലെ KC സക്കറിയാച്ചനാണ് ഈ ചെറിയ പള്ളിയിലെ വികാരി. അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പുറത്താക്കിയതാരാണ്? ആ ആളുകളാണ് ഇന്നും ആ പള്ളി നിലനിർത്തണം, അവരുടെ കൂട്ടത്തിൽ നിലനിർത്തണം എന്ന് കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നത്. ഈ വന്നിട്ടുള്ള ആളുകളൊന്നും ഈ സജീവമായി ഈ കാര്യത്തിൽ താല്പര്യമുള്ള ആളുകളല്ല, മറിച്ച് ഇവരെ കൊണ്ടുവന്നതാണ്. കൊണ്ടുവരാൻ തക്കവണ്ണം പോലീസും സർക്കാരും സഹായവും ചെയ്തിട്ടുണ്ട്. മിലിത്തിയോസ് തിരുമേനിയിലേക്കാണ് വീണ്ടും. ഇപ്പോൾ ശ്രീ എൽദോസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തോമസ് പോൾ റമ്പാൻ അദ്ദേഹത്തിന് ഈ പള്ളിയിലെ ഇടവക അംഗം എന്ന നിലയിൽ അവിടെ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ അദ്ദേഹം വികാരി എന്ന നിലയിൽ ആരാധന നടത്താൻ വരുമ്പോഴാണ് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കോടതി ഉത്തരവ് അദ്ദേഹത്തിന് ആ ഇടവകയിലെ ഒരു അംഗം എന്ന നിലയിൽ പള്ളിയിൽ കയറാനാണ് ഉള്ളത്, അതോ അദ്ദേഹത്തിന്റെ ആധ്യാത്മികമായ അധികാരങ്ങൾ ഉപയോഗിച്ച് ആരാധന നടത്താനാണോ? ഈ കോടതി വിധി ഇംഗ്ലീഷിലാണ്. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. വളരെ വ്യക്തമായിട്ട് ഈ കീഴ്ക്കോടതിയിൽ നിന്ന് ഉത്തരവുള്ളതാണ്. 34 ഭരണഘടനാ പ്രകാരം നിയമിക്കപ്പെട്ട വികാരിയാണ് തോമസ് പോൾ റമ്പാൻ. അദ്ദേഹത്തിനാണ് ഈ പള്ളിയിൽ ആരാധന നടത്താൻ അനുവാദം കൊടുത്തിട്ടുള്ളത്. അത് ഇടവക്കാരനാണോ ഇല്ലയോ എന്നുള്ള പരിഗണന വെച്ചല്ല. ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യം തന്നെ 34 ഭരണഘടനയാണോ അതോ 2002-ലുണ്ടായ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ സഭയുടെ ഭരണഘടനയാണോ ബാധകം എന്നുള്ള ചോദ്യമാണ് ഇതിനകത്തുള്ളത്. അല്ലാതെ ഇടവക്കാരനാണോ അല്ലയോ എന്നുള്ള ചോദ്യമല്ല. അവിടെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഇദ്ദേഹം
പഴയ കഥകളാണ് ഈ പറയുന്നത്. പണ്ട് അങ്ങനെയൊക്കെ വിധിയുണ്ടായി എന്ന് പറഞ്ഞു. ഇപ്പോ ഈ KSRTC എംപാനൽ ജീവനക്കാരുടെ കാര്യത്തിൽ തന്നെ കോടതി ഇന്ന് കുറച്ച് അല്പം വ്യത്യസ്തമായ ഒരു നിലപാടാണ് എടുത്തത്. ഇപ്പൊ എന്താണ് ഉത്തരവ് എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്. വീണ്ടും ബഹുമാനപ്പെട്ട വക്കീല് പറഞ്ഞു ഈ 34 ഭരണഘടന വേണമെങ്കിൽ ഭേദഗതി ചെയ്യാനായിട്ട് 2 കാര്യങ്ങളിൽ കോടതി നിർദ്ദേശിക്കുകയും 2002 ഭേദഗതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഈ ഒരു സ്കീം സൂട്ട് ഉണ്ടായിരുന്നു. ഒരു പള്ളിക്ക് ഒരു വൈദികനും 2 അൽമായക്കാരനും എന്നുള്ളത് മാറ്റിയിട്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ആളുകളുടെ സംഖ്യ അനുസരിച്ച് പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് കോടതി അത് അനുവദിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ രണ്ടാമത് കാലം ചെയ്ത പരിശുദ്ധ ബാസേലിയോസ് മാത്യൂസ് തിതിയൻ ബാവ മലങ്കര മെത്രാപ്പോലീത്ത ആയിട്ട് അംഗീകരിക്കുന്നില്ല എന്ന പാത്രിയാർക്കീസ് വിഭാഗത്തിന്റെ ഒരു വാദമുണ്ടായിരുന്നു. ആ വാദവും ബഹുഭൂരിപക്ഷത്തോടെ അവിടെ പാത്രിയാർക്കീസ് വിഭാഗത്തിന്റെ ഒരു വോട്ട് നിർണായകമായിരുന്നു. അവർക്ക് എതിർത്ത് വോട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ വളരെ ചുരുക്കം വോട്ടുകൾ മാത്രമേ മാത്യൂസ് തിതിയൻ ബാവയ്ക്ക് എതിരായിട്ട് മലങ്കര മെത്രാപ്പോലീത്ത അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. ആ വോട്ടെടുപ്പിലും ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയുടെ ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ഈ ഭേദഗതികളെല്ലാം ആവശ്യ സന്ദർഭത്തിൽ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ഓർത്തഡോക്സ് സഭയിൽ സ്ത്രീകൾക്ക് ഇടവകളിൽ വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. അത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആവശ്യപ്പെടുന്ന ഭരണഘടനയുടെ പിന്തുണ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭൂരിപക്ഷം ആർക്ക് അനുകൂലമാണ് എന്നതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു ജനാധിപത്യ രീതി അനുസരിച്ച് അങ്ങനെ തീരുമാനിച്ചാൽ പിറവത്തും കോതമംഗലത്തും ഒക്കെ ഓർത്തഡോക്സ് സഭയ്ക്ക് എത്രത്തോളം വിശ്വാസികളുടെ പിന്തുണ ഉണ്ടാകും? പിറവത്തെ കാര്യത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഇടവകയിലെ ഏതാണ്ട് 90% ആളുകളും 34 ഭരണഘടന അനുസരിച്ച് വോട്ട് ചെയ്യുകയും 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടത്തുകയും അതനുസരിച്ച് സ്ഥാനികൾ, അധികാരികൾ, ട്രസ്റ്റിമാർ, കമ്മിറ്റിക്കാർ വരികയും ചെയ്തിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇടവകയിലെ അംഗങ്ങൾക്കല്ല ഈ കോടതി വിധിയോടോ അത് ഉറപ്പാക്കുന്ന 34 ഭരണഘടനയോടുള്ള വിരോധം ഈ സ്ഥാനികൾക്കാണ്, ഈ അധികാരവർഗത്തിന്റെ മാത്രമാണ്. ആ അധികാരവർഗത്തിന്റെ നിർദ്ദേശത്തിലോ അല്ലെങ്കിൽ പ്രലോഭനത്തിലോ ഈ കുറെ ആളുകളെ സംഘടിപ്പിക്കുന്നതാണ്. ഇത് തോമസ് പ്രഥമൻ രാവിലെ പറഞ്ഞൊരു കാര്യമാണ്. മലബാർ മുതലേ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോതമംഗലത്തുള്ള ആളുകൾ തികയാതെ വന്നതുകൊണ്ടാണ്. ഇത് തന്നെയാണ് ആളുകളുടെ, നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുകയാണല്ലോ, ആളുകളുടെ ഭൂരിപക്ഷമാണ് നമ്മൾ കണക്കിലെടുക്കുന്നതെങ്കിൽ കോതമംഗലത്തും പിറവത്തും ഓർത്തഡോക്സ് സഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളാണോ കൂടുതൽ, യാക്കോബായ സഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളാണോ കൂടുതൽ? തീർച്ചയായിട്ടും ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന അംഗീകരിച്ച് കാര്യനിർവഹണം നടത്താൻ ഒരുക്കമുള്ള ആളുകൾ തന്നെയാണ് ബഹുഭൂരിപക്ഷവും. പക്ഷേ മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാക്കുന്ന വലിയൊരു പ്രളയത്തിൽ സംഭവിക്കുന്ന ഒരു കൺഫ്യൂഷനാണ് വാസ്തവത്തിൽ ഇത്. ഈ ആളുകളെല്ലാം അവരുടെ മാതാപിതാക്കൾ, അവരുടെ മുൻഗാമികൾ ഈ 74 വരെ എൽദോ പറഞ്ഞത് അത്ര ശരിയൊന്നുമല്ല. അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ ഒരു ഭരണം ഇവിടെ നടന്നിട്ടില്ല. ഈ 74 വരെ അദ്ദേഹം ഈ ഭരണഘടന 1-ാം ക്ലോസിലും അതുപോലെ അദ്ദേഹം തുബുദേന്റെ 1-ാം തുബുദേലിലും മാത്രം നിലനിന്നിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം കാതോലിക്കയെ നിയമിച്ചിട്ടില്ല, കാതോലിക്കയെ മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി 95-ൽ പറഞ്ഞത് ഈ പുതിയ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ തെരഞ്ഞെടുപ്പ് സാധുവാണ് എന്ന്. ആ സാധുവായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നടത്തിയത് അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ കീഴിലൊന്നുമല്ല. അദ്ദേഹത്തിന്റെ വാഴ്ച നടന്നതും അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ ചുമതലയിലൊന്നുമല്ല. അത് സ്വാഭാവികമായിട്ടും അവിടെ ഇപ്പോ ഔഗേൻ ബാവ തിരുമേനിയെ തെരഞ്ഞെടുത്ത് അത് ജനങ്ങളാണ്, വാഴിച്ചത് പാത്രിയാർക്കീസിന്റെ അധ്യക്ഷതയിലുള്ള സിനഡാണ്. അതിൽ പാത്രിയാർക്കീസിന് പങ്കാളിത്തം മുന്നിലുള്ളത് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഒരു വശത്ത് നിന്ന്. ഡോക്ടർ യോഹന്നാൻ മാർ മിലിത്തിയോസ്, എന്താണ് പിന്നെ ഓർത്തഡോക്സ് സഭയുടെ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം? ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ ക്രമസമാധാനം നടപ്പാക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ പദ്ധതികളുണ്ടാവും. ഇന്നലെ ഈ പള്ളിയിൽ ഈ ഗേറ്റുകൾ വെൽഡ് ചെയ്ത് ബന്ദോബസ്താക്കുകയും
ഒരു ഗേറ്റ് മാത്രം തുറന്നിടുകയും ആ ഗേറ്റിലൂടെ ആർക്കും കയറാൻ പറ്റാത്ത രീതിയിൽ, ഈ റംബാച്ചിന് കയറാൻ പറ്റാത്ത രീതിയിൽ ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് വരെ ഈ പോലീസ് എവിടെയായിരുന്നു? ഇന്നലെ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉത്തരവ് വളരെ വ്യക്തമാണ്. ഈ പോലീസ് നിയമമല്ല ഇവിടെ നടപ്പാകേണ്ടത്. സിവിൽ കേസായാലും ക്രിമിനൽ കേസായാലും അത് കോടതി ഉത്തരവാണ്. ആ ഉത്തരവ് നടപ്പാക്കാൻ പോലീസിന് ബാധ്യതയുണ്ടായെന്ന്. ആ ബാധ്യതയെ ആരാണ് നിയന്ത്രിക്കുന്നത്? തീർച്ചയായിട്ടും സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പായിരിക്കും. ഇല്ലെങ്കിൽ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം കൊടുക്കാവുന്നതാണ്. അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം മുൻകരുതൽ ഉണ്ടാക്കണമെന്ന്. ഈ പിറവത്തെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞതാണ്. ആളുകൾ കയറിപ്പോകുന്നത് പോലീസ് വെറുതെ നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ആളുകൾ കയറാൻ പോലീസ് അനുവാദം കൊടുക്കുകയാണ്. ഈ റംബാച്ചന്റെ കാറിന്റെ പുറകിൽ പാത്രിയർക്കീസ് വിഭാഗത്തിന്റെ ഒരു സ്റ്റിക്കർ കൊണ്ട് ഒട്ടിക്കുമ്പോൾ ഈ പോലീസ് എവിടെ നോക്കിയിരിക്കുകയായിരുന്നു? ഈ കല്ലെറിഞ്ഞാല് ഈ പോലീസ് നോക്കിയിരിക്കുമോ? എന്താണ് വ്യക്തമല്ലേ? ഇവിടെ പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നതിന് തീർച്ചയായിട്ടും സർക്കാരിൻ്റെതായ ഒരു പിൻബലം ഉണ്ട് എന്നുള്ളതാണ്. അതെന്താണ് തിരുമേനി ഈ അങ്ങനെ സർക്കാരിന് ഇപ്പോൾ പ്രത്യേകിച്ച് യാക്കോബായ സഭയെ പിന്തുണച്ചത് കൊണ്ട് എന്താണ് കിട്ടാൻ പോകുന്നത്? പ്രകടമായി കാണുന്ന ആളുകളുടെ എണ്ണമുണ്ടല്ലോ, അത് വോട്ടാണ്. ഇപ്പോ പാർലമെന്റ് ഇലക്ഷൻ വരും, അതിനുശേഷം 2 വർഷം കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷൻ വരും. ആ ഇലക്ഷനുകളിലെല്ലാം കുറെ ആളുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവിടെയാണ് പ്രശ്നം. നേരത്തെ ചോദിച്ച ഭൂരിപക്ഷത്തിന്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട്. ഇത് രണ്ടും സഭ പറയുമ്പോൾ അതിലൊരു വൈരുദ്ധ്യമുണ്ടല്ലോ. ഈ ആളുകളൊക്കെ കോതമംഗലത്തുകാരാണെങ്കിൽ അവിടുത്തെ വോട്ട് ബാങ്കിനെ കുറിച്ച് അവർ ആശങ്കപ്പെട്ടാൽ മതിയോ? ഇത് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ഈ ആളുകൾ എല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന്. ഒരു വോട്ടും അങ്ങനെയൊന്നും മറിച്ച് കിട്ടില്ല. ഈ ആളുകളെല്ലാം ഒരു ക്രമീകൃതമായ ഭരണ സംവിധാനം ഉണ്ടായാൽ പള്ളി വിട്ടൊന്നും ആരും പോവില്ല. പക്ഷെ ഇത് പാർട്ടിക്ക് അറിഞ്ഞുകൂടാ. അതാണ് പ്രശ്നം. ഒരു വലിയ ഓളമുണ്ടാക്കി ഈ ആളുകളെയെല്ലാം തങ്ങളുടെ പക്ഷത്താണ് എന്ന് വരുത്തി തീർക്കുകയും അത് കേരള സംസ്ഥാനം മുഴുവൻ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെയാണല്ലോ എല്ലായിടത്തും ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. എത്ര പേരുണ്ടാവും രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ആളുകൾ? ആ ആളുകളല്ല വാസ്തവത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ആളുകളെ ഈ കൂട്ടം വലിയ കൂട്ടമാണ്, സ്വാധീനമുള്ള കൂട്ടമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ജനത്തിന്റെ മധ്യത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അത് തന്നെയാണ് കോതമംഗലത്തും പിറവത്തും ഒക്കെ നടക്കുന്നത്. സ്വാധീനത്തെ വലിയ വോട്ട് ബാങ്കിനെ ഭയന്നിട്ട് പോലീസിനെ കൊണ്ടുപോലും ഈ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ ഒരു പടി പിന്നാക്കം നിർത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം. രണ്ട് വിഷയങ്ങളാണ്. ചെറിയ പള്ളി എന്ന് പറയുന്ന വലിയ തീർത്ഥാടന കേന്ദ്രത്തിലെ വൻ വരുമാനം, അതാണ് ഒന്ന് ഓർത്തഡോക്സ് സഭയുടെ ലക്ഷ്യം. മറ്റൊന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ പള്ളിയുടെ അടിസ്ഥാനപരമായ വിശ്വാസം, ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഖബറടക്കിയിരിക്കുന്ന വിശുദ്ധൻ, ആ വിശുദ്ധനിൽ വിശ്വാസം പോലും ഇല്ലാതെയാണ് നിങ്ങളുടെ വൈദികൻ അവിടെ ആരാധനയ്ക്ക് വേണ്ടി അവസരമൊരുക്കണമെന്ന് പറഞ്ഞു വരുന്നത്. നിഷ, ഇത് രണ്ടും പെശകാണ്. ഒന്നാമത്, ഏത് പള്ളിയായാലും, ഇദ്ദേഹം ഏതെങ്കിലും പള്ളിയുടെ അംഗമാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല, ഏത് പള്ളിയായാലും ആകെ സഭയിലേക്ക് കിട്ടുന്നത് വർഷത്തിൽ ഒരു പ്രായപൂർത്തിയായ മനുഷ്യനിൽ നിന്ന് 250 രൂപയാണ്. കാതോലിക്ക ദിന കവർ ശേഖരം എന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് 10 പൈസ പോലും നിർബന്ധമായി ശേഖരിക്കാനോ പിടിച്ചുകൊണ്ടു പോകാനോ മലങ്കര സഭയുടെ ഒരധികാരിക്കും, ഒരു കാതോലിക്കയ്ക്കും, ഒരു മെത്രാപ്പോലിത്തയ്ക്കും അധികാരമില്ല ഭരണഘടന അനുസരിച്ച്, ഈ 34 ഭരണഘടന അനുസരിച്ച്. രണ്ടാമത്, അവിടെ കബറടയിരിക്കുന്ന ബാസേലിയോസ് എൽദോ പരിശുദ്ധന്റെ നാമം തുബദേനിൽ ഓർക്കണമെന്നും അദ്ദേഹത്തെ ആദരിക്കണമെന്നും ആദ്യം കൽപ്പന ഇറക്കിയത് ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കേറ്റ് ബാവായും അതിന്റെ സുന്നഹദോസുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പറയുന്ന ഈ പാത്രിയർക്കീസ് വിഭാഗം പരിശുദ്ധനായിട്ട് ആരാധനയിൽ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കബറിങ്കൽ 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് ആളുകളൊക്കെ വരാറുണ്ട്. പക്ഷേ അതൊന്നും ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഓർത്തഡോക്സ് സഭയാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് പരസ്യമായി ഒരു ഡിക്ലറേഷനിലൂടെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുകയും തുബദേനിൽ, 5ാമത്തെ തുബദേനിൽ ഓർക്കണമെന്ന് യാതൊരു സാങ്കത്യമില്ല. ഇല്ല. അവിടുത്തെ ആരാധന എങ്ങനെ
ആരുടെ ചുമതലയിൽ നടത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്റെ സമയം തീരുന്നതുകൊണ്ട് ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ദൗർഭാഗ്യവശാൽ ഇപ്പോഴും തോമസ് പോൾ റമ്പാൻ പള്ളിയുടെ പുറത്ത് തുടരുകയാണ്. വിശ്വാസികളും പള്ളിയുടെ മുറ്റത്ത് തന്നെ തടിച്ചുകൂടി സംഘർഷാവസ്ഥ തന്നെ കോതമംഗലത്ത് തുടരുകയാണ്. വളരെ നന്ദി ഡോക്ടർ യോഹനാൻ മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത, ശ്രീ എം എസ് എൽദോസ്, ശ്രീ കെ എൻ ബാലഗോപാൽ, അഡ്വക്കേറ്റ് സലൻകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. കൗണ്ടർ പോയിന്റ് പൂർണ്ണമാകുന്നു.